മദ്യനിർമ്മാണശാല തുടങ്ങുന്നതിലും മദ്യനയത്തിലും ഘടകകക്ഷികളുടെ എതിർപ്പ് നിലനിൽക്കെ LDFിന്റെ നിർണായക യോഗം തുടരുകയാണ്. തിരുവനന്തപുരത്ത് കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള നീക്കത്തെയും CPI ഉൾപ്പെടെ എതിർക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം മദ്യനയം പരിഗണിച്ചില്ല. ടൂറിസം മേഖലയിൽ ഡ്രൈ ഡേയിലും മദ്യം നൽകുന്നതിലും കള്ള് ദൂരപരിധിയിലും കൂടുതൽ ചർച്ച വേണമെന്ന് CPI മന്ത്രിമാർ ആവശ്യപ്പെട്ടു. AK സ്റ്റെഫിൻ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സ്റ്റെഫിൻ, നിർണായകമായൊരു യോഗം അവിടെ പുരോഗമിക്കുകയാണ് ഈ ബ്രൂവറി വിഷയത്തിൽ. CPI ഈ പറഞ്ഞതുപോലെ CPIയും RJDയും ഇടഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു. അതിലൊക്കെ എന്താണ് ഒരു തീരുമാനം ഉണ്ടാകുക? മദ്യനയവുമായിട്ടുള്ള വിഷയപ്പെട്ട കാര്യം, അതുപോലെ തന്നെ കിഫ്ബിയിൽ ഈ ജനവികാരം കൂടി പരിഗണിക്കണമെന്നൊരു ആവശ്യമാണ് CPIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിർണായകമായ തീരുമാനങ്ങൾ തന്നെ യോഗത്തിൽ പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായ LDF യോഗമാണ് ഇന്ന് നടന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് യോഗം പൂർത്തിയായിട്ടുണ്ട്. ഏതായാലും CPIയും RJDയും എല്ലാം തന്നെ പാലക്കാട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടുത്ത എതിർപ്പ് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ LDF യോഗത്തിലും അത് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു വിഷയം മദ്യനയവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. അതിലും വിശദമായ ഒരു ചർച്ച LDF യോഗത്തിൽ നടക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും യോഗം കഴിഞ്ഞ് നേതാക്കൾ ഓരോരുത്തരായി തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എല്ലാ ഘടകകക്ഷികളും പങ്കെടുത്തിരുന്നു. അപ്പോൾ എന്ത് തീരുമാനമാണ് ഇത് സംബന്ധിച്ച് ഉണ്ടായത് എന്നുള്ളതാണ് നമ്മളേറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നേതാക്കൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്ന കാഴ്ചകളാണ്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുറത്തേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് അദ്ദേഹത്തിന് വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിറകുവശത്താണ് അദ്ദേഹം. ആ വാഹനത്തിൽ കയറി ഇപ്പോൾ ഉടൻ തന്നെ പോകും. അതിനുവേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം പോലീസും ഇവിടെ ഒരുക്കുന്നുണ്ട്. LDF കൺവീനറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിൽ ഒരു വിശകലനം, ഈ ഒരു അറിയിപ്പ് യോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ അതിനിർണായകമായ യോഗം, നേരത്തെ സന്ധി സൂചിപ്പിച്ചതുപോലെ സമീപകാലത്ത് CPMനെയും അതോടൊപ്പം തന്നെ ഈ LDFനെയും മുന്നണിയെയും വലിയ തോതിൽ ബാധിച്ച ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ എലപ്പുള്ളിയിലെ മദ്യശാല നിർമ്മാണമുണ്ട്, കിഫ്ബിയിൽ ടോൾ പിരിവുണ്ട്. അങ്ങനെ സർക്കാരിനെയും CPMനെയും മുന്നണിയും എല്ലാം പ്രതിരോധത്തിൽ നിർത്തി ഒരുപാട് വിഷയങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ യോഗം കൊണ്ട് ഉത്തരം തേടുന്നത്. അപ്പോൾ ഒരുപക്ഷെ LDF കൺവീനറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുതിർന്ന മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഒക്കെ അത്തരത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു അല്ലെങ്കിൽ എന്ത് തീരുമാനം ഈ LDFിൽ ഉണ്ടായി എന്നുള്ളതിന് അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ ലഭിക്കും. ശരി, LDF യോഗം കഴിഞ്ഞു. നേതാക്കൾ പുറത്തേക്ക് വരുന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്.